എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇടവക്കൂറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം 2025 മെയ് 14 മിഥുനക്കൂറിലേക്ക് മാറുന്നതാണ്. അതിനുശേഷം ഒക്ടോബർ 18 അതിചാരമായി കർക്കിടകത്തിലേക്ക് വ്യാഴം മാറുകയും പിന്നീട് ഡിസംബർ 5 വക്രഗതിയിൽ മിഥുനക്കൂറിലേക്ക് വരികയും 2026 പകുതി വരെ മിഥുനത്തിൽ സഞ്ചരിക്കുന്നതുമാണ്. ഈ കാലയളവിൽ ഉത്രാടം നാളിൻ്റെ അവസാനത്തെ 3 പാദങ്ങൾ, തിരുവോണം, അവിട്ടം നാളിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള മകരക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്ന വ്യാഴമാറ്റ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 2025 മെയ് 14 മുതൽ വ്യാഴം 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ചിലവുകളും ശത്രുശല്യവും അധികരിക്കുമെന്നൊക്കെ പൊതുവെ പറയുമെങ്കിലും മകരക്കൂറുകാർക്ക് ചിലവുകളെ സൂചിപ്പിക്കുന്ന 12ാം ഭാവാധിപനായ വ്യാഴം 6ൽ സഞ്ചരിക്കുന്നത് അധികം ദോഷം ചെയ്യുകയില്ല. മാത്രമല്ല, ശനി മാറ്റവും അനുകൂലമായതിനാൽ സ്കൂൾ തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കുകയാണെങ്കിൽ പരീക്ഷകളിൽ നല്ല മാർക്കോടെ വിജയം നേടാൻ സാധിക്കുന്നതാണ്. ജോലിയിലുള്ളവർക്ക് ജോലിഭാരം അധികരിക്കുമെങ്കിലും അതിനനുസരിച്ച് ശമ്പള വർധനയും ഉണ്ടാകും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് തൊഴിൽപരമായി ശത്രുക്കൾ അധികരിക്കും. അതേസമയം 10ാം ഭാവത്തിലേക്ക് വ്യാഴദശ വരുന്നതിനാൽ തൊഴിൽപരമായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. പുതിയതായി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റവും ലഭിക്കും. തടസ്സപ്പെട്ട ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. വ്യാഴം 12ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ അനാവശ്യമായ ചിലവുകളെ നിയന്ത്രിക്കുവാൻ സാധിക്കുമെങ്കിലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ചിലവുകൾ ചെയ്യേണ്ടതായി വരും. വ്യാഴം 2ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുകയും അതിൽ നിന്ന് വരുന്ന വരുമാനം മൂലം ചെറിയ കടങ്ങളുണ്ടെങ്കിൽ അത് വീട്ടാൻ സാധിക്കുന്നതുമാണ്. അതേസമയം കുടുംബത്തിലുള്ളവരുടെ പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടതായും വരുന്ന സമയമാണിത്. മൊത്തത്തിൽ നോക്കുമ്പോൾ മകരക്കൂറിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വ്യാഴമാറ്റത്തിന് ശേഷം ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മകരക്കൂറിൽ ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കുംഭക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.